അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ പ്രതി സവാദിന്റെ തിരിച്ചറിയൽ പരേഡ് നടക്കുകയാണ്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചെയ്യുന്നുണ്ട്. ജിജീഷ്, ഇപ്പോൾ സവാദിന്റെ തിരിച്ചറിയൽ പരേഡ് പുരോഗമിക്കുകയാണ്. അവിടുന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. അല്പസമയം മുമ്പാണ് സവാദിന്റെ തിരിച്ചറിയൽ പരേഡ് ആരംഭിച്ചത്. പ്രൊഫസർ ടി.ജെ. ജോസഫ് മാഷ്, ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ സഹോദരി സിസ്റ്റർ സ്റ്റെല്ലയും മകൻ മിഥുൻ ടി. ജോസഫുമാണ് തിരിച്ചറിയൽ പരേഡിനായി എത്തിയിരിക്കുന്നത്. കാരണം ഈ കൃത്യം നടക്കുമ്പോൾ അധ്യാപകന്റെ കൈപ്പത്തി വെട്ടിമാറ്റുന്ന സമയം ഈ സംഭവത്തിന് ഈ ആക്രമണത്തിന് ദൃക്സാക്ഷിയായ ആളുകളാണ് ഈ 3 പേരും. അവർ എല്ലാവരും തന്നെയാണ് ഇപ്പോൾ സാക്ഷികളായി എത്തിയിരിക്കുന്നത്. ഇത് തിരിച്ചറിയുന്നതിന് വേണ്ടി അധ്യാപകൻ നേരത്തെ തന്നെ പ്രൊഫസർ ടി.ജെ. ജോസഫ് നേരത്തെ തന്നെ വ്യക്തമാക്കിയ കാര്യമെന്ന് പറയുന്നത് തനിക്ക് ഏത് അവസ്ഥയിലും അതേ ഈ മുഖ്യ പ്രതിയെ തിരിച്ചറിയാൻ, 1-ാം പ്രതിയെ തിരിച്ചറിയാൻ കഴിയും. കാരണം അത്ര ക്രൂരമായ ആക്രമണമാണ് താൻ നേരിട്ടത്. അതിന് നേതൃത്വം നൽകിയ ആൾ തന്റെ കൈ പിടിച്ച് മറ്റുള്ളവർ വെച്ചു കൊടുത്തപ്പോൾ കൈപ്പത്തി വെട്ടിമാറ്റുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത ആ സവാദിനെ തനിക്ക് ഏത് ഘട്ടത്തിലും തിരിച്ചറിയാൻ കഴിയുമെന്ന് പ്രൊഫസർ ടി.ജെ. ജോസഫ് വ്യക്തമാക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം CJM കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചു. NIA പ്രത്യേക അപേക്ഷ സമർപ്പിച്ചു. അതിൽ തുടർ നടപടികളുടെ ഭാഗമായി തിരിച്ചറിയൽ പരേഡിനുള്ള അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. തുടർന്നാണ് എറണാകുളം CJM മജിസ്ട്രേറ്റിനെ തിരിച്ചറിയൽ പരേഡിന്റെ നടപടികൾക്കായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. എറണാകുളം സബ് ജയിലിലാണ് പ്രതി സവാദ് കഴിയുന്നത്. ഇവിടെ എത്തിച്ചുകൊണ്ട് ഒരേപോലെയുള്ള നിരവധി പേരെ നിർത്തിക്കൊണ്ട് ഉള്ള തിരിച്ചറിയൽ പരേഡ് നടപടികൾ തന്നെയാണ് പൂർത്തിയാകുന്നത്. 13.5 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. ഈ ഒരു ആക്രമണം നടന്ന് 2010 ജൂലൈ 4 ഈ ഒരു ആക്രമണം നടന്ന് 13.5 വർഷത്തിന് ശേഷമാണ് സവാദ് പിടിയിലാവുന്നത്. കണ്ണൂർ ജില്ലയിൽ നിന്നാണ് പ്രതി മട്ടന്നൂരിൽ പിടിയിലാവുന്നത്. അതിനുശേഷം വിശദമായ ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികളിലേക്ക് NIA കടക്കുന്നതിന് മുമ്പാണ് ഈ തിരിച്ചറിയൽ പരേഡ് പൂർത്തിയാക്കുന്നത്. തിരിച്ചറിയൽ പരേഡ് ഈ ഒരു അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ്. മുമ്പ് സജിൽ എന്ന മറ്റൊരു പ്രതിയെയും അധ്യാപകനെയും ഒപ്പം തന്നെ മകനെയും എല്ലാം തിരിച്ചറിയൽ പരേഡിന് എത്തിക്കുകയും അവർ കൃത്യമായി തന്നെ ആ പ്രതിയെ തിരിച്ചറിയുകയും ചെയ്തിരുന്നു. അത് പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകുന്നതിനും അത് കാരണമായി. 2 ഘട്ടങ്ങളിൽ കുറ്റപത്രം സമർപ്പിച്ചതിനു ശേഷം 2 ഘട്ടങ്ങളിലായിരുന്നു വിചാരണ നടപടികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പൂർത്തിയായത്. ആദ്യ ഘട്ടത്തിൽ 13 പേരെയും ഒപ്പം തന്നെ 2-ാം ഘട്ട വിചാരണയിൽ 6 പേരെയുമാണ് ഈ കേസിൽ ശിക്ഷിച്ചത്. അതിനുശേഷമാണ് മുഖ്യ പ്രതിയായ ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയായി ആസൂത്രകനായി പ്രവർത്തിച്ചത് മതനിന്ദ ആരോപിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ആക്രമണം സംഘടിതമായി മതഭീകരവാദികൾ നടത്തിയത്. അതിൽ അധ്യാപകൻ ചോദ്യപേപ്പറിൽ മതനിന്ദയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. അത് പ്രവാചക നിന്ദയാണ് എന്ന് ആരോപിച്ചുകൊണ്ട് മതകോടതിയുടെ പോലുള്ള ശിക്ഷ നടപ്പിലാക്കണമെന്ന് പ്രതികൾ തീരുമാനിക്കുന്നു. താലിബാൻ മോഡൽ ആക്രമണം പ്രതികൾ പദ്ധതിയിടുന്നു. അങ്ങനെയാണ് ഇത്തരത്തിൽ പ്രതികൾ താലിബാൻ മോഡൽ ആക്രമണം പദ്ധതി ഇടുന്നതും അധ്യാപകൻ പള്ളിയിലേക്ക് പോകുന്ന വഴി അദ്ദേഹത്തെ ആക്രമിക്കുകയും അദ്ദേഹത്തിന്റെ വാഹനത്തിൽ നിന്ന് വലിച്ചിറക്കിയ ശേഷം കൈപ്പത്തികൾ വലിച്ചു പിടിച്ചു കൊടുക്കുന്നു. സവാദ് കൈപ്പത്തി വെട്ടിമാറ്റുകയും ചെയ്തത്. അതിനുശേഷം ഇതിന് ഉപയോഗിച്ച മഴുവുമായിട്ടാണ് ഈ സവാദ് അന്ന് രക്ഷപ്പെട്ടത്. ഈ പ്രധാനപ്പെട്ട തൊണ്ടി ഇതുവരെ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ ഇയാൾ എവിടെയാണ് ഇത് ഉപേക്ഷിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായ ഒരു ചോദ്യം ചെയ്യലിൽ മാത്രമായിരിക്കും മനസ്സിലാവുക. എന്നാൽ പ്രതി സവാദിന്റെ തിരിച്ചറിയൽ പരേഡ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ്. ഈ 3 ആളുകളും പ്രതിയെ തിരിച്ചറിയുകയാണെങ്കിൽ 13 വർഷത്തിന് ശേഷവും കൃത്യം നടത്തിയ പ്രതിയെ തിരിച്ചറിയുകയാണെങ്കിൽ അത് അന്വേഷണത്തിൽ നിർണായകമാകും. മാത്രമല്ല നിലവിലുള്ള കുറ്റപത്രത്തിനൊപ്പം തന്നെ നിലവിൽ സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രത്തിന് ഒപ്പം തന്നെ പുതുക്കിയ കുറ്റപത്രം സമർപ്പിക്കാനാണ് അന്വേഷണ സംഘം ഒരുങ്ങുന്നത്. അതിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ സവാദിന്റെ ഈ കൃത്യത്തിലുള്ള പങ്കാളിത്തം, ഒപ്പം തന്നെ ഇയാൾ ഒളിവിൽ കഴിയുന്നതിന് വേണ്ടി സഹായങ്ങൾ നൽകിയ ആളുകൾ, കേരളത്തിന് അകത്തും പുറത്തും അടക്കം സംസ്ഥാനത്തിന് പുറത്തും വിദേശത്തുമടക്കം ഒളിവിൽ കഴിഞ്ഞതിൻ്റെയും എല്ലാം തന്നെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഒരു അനുബന്ധ അധിക കുറ്റപത്രമായിരിക്കും കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യുക. അതിനു മുന്നോടിയായി ചോദ്യം ചെയ്യൽ, സവാദിന്റെ വിശദമായ ചോദ്യം ചെയ്യൽ നടപടികൾ പ്രധാനമായും പൂർത്തിയാക്കേണ്ടതുണ്ട്. കാരണം ഈ അന്വേഷണ സംഭവത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതി തന്നെയാണ് കൃത്യം നടത്തിയത് എന്ന് വ്യക്തമാകുന്നത് അവർ തന്നെ തിരിച്ചറിയുമ്പോഴാണ്. പ്രത്യേകിച്ച് ഇത്ര ക്രൂരമായ ആക്രമണം നടത്തിയ ആളെ കൃത്യമായി ഏത് സാഹചര്യത്തിലും തിരിച്ചറിയാൻ കഴിയുമെന്ന് പ്രൊഫസർ ടി.ജെ. ജോസഫ് പറയുമ്പോൾ സ്വാഭാവികമായും ആക്രമണത്തിന് നേതൃത്വം നൽകിയ പ്രതിയെ കണ്ടെത്താൻ കഴിയും. സമാനതയില്ലാത്ത ഒരു ആക്രമണത്തിനായിരുന്നു പ്രൊഫസർ ടി.ജെ. ജോസഫ് വിധേയനായത്. മതകോടതിയുടെ പോലുള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നു. ഒപ്പം താലിബാൻ മോഡൽ ആക്രമണം മതഭീകരവാദികൾ കൃത്യമായി തന്നെ ആസൂത്രണം ചെയ്യുന്നു. PFIയുടെ നേതൃസ്ഥാനത്തുണ്ടായിരുന്നവരും അതിന്റെ പ്രവർത്തകരായിരുന്ന ആളുകളുമാണ് ഈ പ്രതിപട്ടികയിലെല്ലാം തന്നെ
ഉൾപ്പെട്ടിരുന്ന ആളുകൾ, അവരിൽ പലർക്കും ജീവപര്യന്തം അടക്കമുള്ള ശിക്ഷ നേരത്തെ കോടതി വിധിക്കുകയും ചെയ്തു. വിശദമായ വിചാരണ നടപടികൾ പൂർത്തിയ ശേഷം ശിക്ഷ വിധിക്കുകയും ചെയ്തു. 2010 ജൂലൈ 4-നായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടന്നത്. കണ്ണൂരിൽ നിന്ന് വിശദമായ അന്വേഷണം നടക്കുന്ന NIA സംഘം പിടികൂടി. ഇതിനിടയിൽ ഇയാൾക്ക് ഒളിവിൽ കഴിയാൻ നിരവധി ആളുകളുടെ സഹായങ്ങൾ ലഭിച്ചതായി വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചു. പ്രത്യേകിച്ച് PFIയുടെ പ്രാദേശിക നേതൃത്വവും സംസ്ഥാന നേതൃത്വവും അടക്കം സവാദിനെ ഒളിവിൽ കഴിയുന്നതിന് വേണ്ട സഹായങ്ങൾ കൃത്യമായി തന്നെ നൽകി. അങ്ങനെയാണ് ഇയാൾ കുടുംബമടക്കം പല ഭാഗങ്ങളിലായി ഒളിവിൽ കഴിയുന്നത്. അതിൽ നല്ലൊരു പങ്ക് പ്രതി സവാദിന്റെ തിരിച്ചറിയൽ പരേഡ് പുരോഗമിക്കുകയാണ്. തിരിച്ചറിയൽ പരേഡിൽ എല്ലാവരെയും പ്രൊഫസർ അടക്കമുള്ള കുടുംബം തിരിച്ചറിഞ്ഞാൽ അത് അന്വേഷണത്തിൽ ഏറെ നിർണായകമാണ് എന്നുള്ള വിവരമാണ് ജിജീഷ് കരുണാകരൻ പങ്കുവയ്ക്കുന്നത്.